വിഷ്ണു ശാലിനിയുടെ നാളത്തെ എപ്പിസോഡ് വീണ്ടും ശാലിനി ഫോൺ വിളിക്കുമ്പോൾ രാഘവൻ നായർ ഭാമയോട് ഫോൺ എടുക്കാൻ പറയുന്നുണ്ട്. തുടർന്ന് ഭാമ ഫോൺ എടുക്കുമ്പോൾ ഹലോ അമ്മയെന്നും പറഞ്ഞ് ശാലിനി സംസാരിച്ചു തുടങ്ങിയാണ്. അന്നേരം ശാരദാമ്മയല്ല ഞാനാണെന്ന് പറയുമ്പോൾ അമ്മ എവിടെയെന്ന് ശാലിനി തിരക്കുകയാണ്. അന്നേരം ഫോൺ ഇവിടെ മുകളിലത്തെ നിലയിലിരിക്കുകയായിരുന്നു. ശാരദാമ്മ താഴെയാണ്. വിളിക്കണമെന്നൊക്കെ സത്യഭാമ വെറുതെ ചോദിക്കണം. അന്നേരം വിളിക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങളുടെ ക്ഷേത്രത്തിലെത്തി യന്ത്രം നിക്ഷേപിച്ച കാര്യം പറയാനാണ് വിളിച്ചത് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് അപ്പോൾ നല്ല കാര്യം, അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോയല്ലോ, തുടർന്ന് ശ്രീമോൾ എന്തി, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ സത്യഭാമ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. തുടർന്ന് അവർ ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം സത്യഭാമ രാഘവൻ നായരോട് പറയുന്നുണ്ട്, കുട്ടികളെ എന്തിനാണ് വെറുതെ ടെൻഷൻ ആക്കുന്നത്, യന്ത്രം എന്തായാലും അവിടെ സ്ഥാപിച്ചല്ലോ, ഇനി ആപത്തൊന്നും ഇല്ല എന്നും പറഞ്ഞ് സത്യഭാമയും രാഘവൻ നായരും അങ്ങ് ആശ്വസിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും കൂട്ടരും എല്ലാവരും കൂടി അവർക്ക് താമസം ഒരുക്കിയിരിക്കുന്ന റിസോർട്ടിലേക്ക് എത്തുകയാണ്. തുടർന്ന് എല്ലാവരും അവിടെ ഇറങ്ങുന്നുണ്ട്. അന്നേരം പാറക്കുട്ടി തണുപ്പുണ്ടോ എന്നൊക്കെ വിഷ്ണു കുട്ടിയോട് വെറുതെ ഇങ്ങനെ തമാശ ചിരിച്ച് ചോദിക്കുകയാണ്. തുടർന്ന് വളരെ മനോഹരമായ ആ സ്ഥലവും അന്തരീക്ഷവും എല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ശാലിനിയോട് ചോദിക്കുകയാണ്. പൊന്മുടിയാണ്, അപ്പോൾ തന്നെ മനോഹരമായിരിക്കുമല്ലോ. പക്ഷേ സുസ്മിതയുടെ മുഖമാണെങ്കിൽ അങ്ങ് മുഖം ഈർപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് ആ റിസോർട്ടിലെ ഒരു ബോയ് ഓടി വരുന്നുണ്ട്. 3 റൂമല്ലേ ബുക്ക് ചെയ്തിരിക്കുന്നത്, വരൂ സാറെന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, നിങ്ങൾ പെണ്ണുങ്ങൾ 3 പേരും കൂടി പോയി മുറിയൊക്കെ നോക്കിക്കാണും, അപ്പോഴത്തേക്കും ഞങ്ങൾ വരാമെന്ന്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ സംശയത്തോടെ നോക്കുകയാണ്. അതെന്താ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം പോകുന്നത്, ഇവിടെ എന്താ ഒരു രഹസ്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ചെല്ല് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അവരെ ബോയുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. അതേസമയം അർജുൻ വന്ന് വിഷ്ണുവിനെ ചോദിക്കുന്നുണ്ട്, എന്താ അവരെ മാത്രം പറഞ്ഞു വിട്ടത്, രഹസ്യം എന്താണെന്ന്, അത് പറഞ്ഞു തരാം, നിങ്ങൾ 2 പേരും വന്നേന്നും പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ അർജുനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതേസമയം സുസ്മിതയല്ല പ്രീതിയോ ശാലിനിയോ ആരാണെന്ന് തോന്നുന്നു, ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടോയെന്നൊക്കെ ആ ബോയിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് തീരെ താരതമ്യേന കുറവാണ്, പക്ഷെ രാത്രി പുറത്തിറങ്ങുന്നത് സൂക്ഷിക്കണം, കരടി ഇറങ്ങും എന്നിങ്ങനെ പറയുമ്പോഴോ പ്രീതിയും സുസ്മിതയും ഒക്കെ അങ്ങ് പേടിക്കുകയാണ്. തുടർന്ന് വാന്നും പറഞ്ഞ് ആ ബോയ് അങ്ങ് അവർ ബാഗായിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ ശാലിനിയും പ്രീതിയും കൂടെ പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത അങ്ങ് പേടിച്ച് നിന്നിട്ട് പുറത്തൊക്കെ നോക്കിയിട്ട് ഓടി അങ്ങ് അകത്ത് കയറുകയാണ്. പക്ഷേ സംഭവം അന്നേരം രാത്രി ആയിട്ടില്ല. തുടർന്ന് വീണ്ടും വിഷ്ണുവിനോട് എന്താ പ്രശ്നം എന്നും പറഞ്ഞ് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം പ്രശ്നം നമുക്ക് 2 പേർക്കുമല്ല, പ്രശ്നം ഈ രോഹിത്തിനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്കോ എന്നും പറഞ്ഞ് രോഹിത് മനസ്സിലാവാതെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് എന്തെങ്കിലും നടന്നോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തെന്നും പറഞ്ഞ് വായും വിളിച്ചിങ്ങനെ രോഹിത് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് നാണം വരുന്നുണ്ട് പറയാനായിട്ട്, അല്ല കല്യാണം ഒക്കെ ശരി തന്നെ, പക്ഷേ എന്തെങ്കിലും സംഭവിച്ചോ, നടന്നോ എന്നിങ്ങനെ രോഹിത്തിനെ തട്ടി വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ നിൽക്കുന്ന സുസ്മിതയുടെ അടുത്ത് എന്ത് നടക്കാനാന്നും പറഞ്ഞ് രോഹിത് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ താൻ തന്നെയാണ് അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത്, ഇവിടെ വെച്ച് എന്തെങ്കിലും നടന്നാലും നടന്നു, വെട്ടാൻ വരുന്ന പോത്തൊക്കെ ശരി തന്നെ, പക്ഷെ പ്രത്യേകം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും നടക്കുമെങ്കിൽ തന്നെ ഞങ്ങൾ സമ്മതിക്കാം, പിന്നെ മനസ്സറിഞ്ഞ് ആണൊരുത്തനൊന്നും കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ കാര്യമായിട്ട് വിഷ്ണു അങ്ങ് ഉപദേശിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അർജുന് ചിരി വരികയാണ്. എന്നിട്ട് അർജുൻ പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് കാത്തിരുന്ന എൻ്റെ അളിയൻ്റെ വകയാണ് ഉപദേശമല്ലേ, നല്ല വശത്തായിട്ടുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ചമ്മൽ വരികയാണ്. അല്ല എന്നാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഉപദേശിക്കാമല്ലോ, നമ്മുടെ 2 പേരുടെയും റൂട്ട് ക്ലിയർ ആണല്ലോ, അപ്പോൾ രോഹിത്തിൻ്റെ റൂട്ട് കൂടി ക്ലിയർ ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ, അങ്ങനെ ചെയ്യണം ശ്രമിക്കണം എന്നൊക്കെ രോഹിത്തിനോട് വിഷ്ണു പറയുമ്പോൾ എന്നിട്ട് രോഹിത്തിൻ്റെ കൈ പിടിച്ചിട്ട് ബെസ്റ്റ് വിഷസ് ഒക്കെ വിഷ്ണു പറയുകയാണ്. എന്നിട്ട് ചെല്ലെന്ന് പറഞ്ഞ് രോഹിത്തിനെ അവർ 2 പേരും കൂടി പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം വിഷ്ണു അർജുനോട് പറയുന്നുണ്ട്, എന്തായാലും നല്ല സ്ഥലമല്ലേ, ക്ലൈമറ്റൊക്കെ കൊള്ളാം, നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്നും പറഞ്ഞ് വിഷ്ണു മുന്നോട്ട് കിടക്കുകയാണ്. പക്ഷേ രോഹിത് പുറകിലോട്ടും റിസോർട്ടിലോട്ട് നോക്കുകയാണ്. എന്നിട്ട് എന്താ വരുന്നില്ലേ അളിയോ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, എനിക്കൊന്ന് കിടക്കണം എന്നൊക്കെ അർജുൻ അങ്ങ് ചമ്മലോട് പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കാര്യം മനസ്സിലാക്കണം, ആ ശരിയാണ് ഇത്രയും ദൂരം ഉണ്ടായിരുന്നു, പൊയ്ക്കോ എന്നും പറഞ്ഞ് അർജുനെയും വിഷ്ണു പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയാണ്, ഉപദേശിക്കാൻ നിന്ന ഞാനിപ്പോൾ മണ്ടനായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും റിസോർട്ടിൽ നോക്കിയിട്ട് എന്തായാലും ഒന്ന് പോയി നോക്കിക്കളയാന്നും പറഞ്ഞ് വിഷ്ണുവും അങ്ങ് റൂമിലേക്ക് പോവുകയാണ്.
ഇതേസമയം റിസോർട്ടിൻ്റെ വേറൊരു ഭാഗത്ത് സുസ്മിത കാഴ്ചകളൊക്കെ നിന്ന് കാണുകയാണ്. സ്വെറ്ററൊക്കെ ഇട്ട്, ആ തണുപ്പത്ത് സ്വെറ്ററൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുമ്പോഴും സുസ്മിതയുടെ മനസ്സിൽ ആ ബോയ് പറഞ്ഞ കാര്യമാണ്, രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങുന്നത് സൂക്ഷിക്കണം, കരടി ഉണ്ട് എന്നൊക്കെ. അങ്ങനെ സുസ്മിത ആ മലനിരകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് രോഹിത് വരുന്നത്. അപ്പോൾ രോഹിത് വിഷ്ണു പറഞ്ഞ കാര്യം ഓർമ്മിക്കുന്നുണ്ട്. ആണൊരുത്തനെന്ന് അറിഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ ഉണരാത്ത ഒരു പെണ്ണും ലോകത്തില്ല എന്ന് പറഞ്ഞത് വിഷ്ണു പറഞ്ഞത് ഇങ്ങനെ മനസ്സിലിട്ട് ഓർമ്മിച്ചുകൊണ്ട് മെല്ലെ അടുത്തേക്ക് വന്ന് സുസ്മിതയെ പിറകിലൂടെ അങ്ങ് രോഹിത്തെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ ആകെ അന്നേരം കരടിയൊക്കെ ഓർമ്മിച്ച് ആകെ പേടിച്ചിരുന്ന സുസ്മിത അയ്യോ കരടി എന്നും പറഞ്ഞ് ഉറക്കെ അങ്ങ് നിലവിളിക്കുമ്പോൾ രോഹിത്തും അങ്ങ് പേടിച്ച് പിറകോട്ട് മാറുകയാണ്. അന്നേരം സുസ്മിതയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് ഇറ്റ്സ് ഓക്കെ ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ ഭാവം കണ്ടിട്ട് രോഹിത് അങ്ങ് പോവുകയാണ്. തിരിച്ചു പോകാൻ നേരം രോഹിത് ഇങ്ങനെ സുസ്മിതയെ നോക്കിയിട്ട് പറയുകയാണ്, ആണൊരുത്തൻ കെട്ടിപ്പിടിച്ചാൽ ഉണരുന്ന പെണ്ണ്, അത് ചിലപ്പോൾ വിഷ്ണു ബ്രോയുടെ കാര്യത്തിൽ ഓക്കെ ആയിരിക്കും, ഇവിടെ അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞ് രോഹിത് അങ്ങ് തിരികെ പോവുകയാണ്. ഇതേസമയം ശാലിനി അന്വേഷിച്ച് വിഷ്ണു നടക്കുകയാണ്. നോക്കുമ്പോൾ ഒരു സൈഡിൽ ശാലിനിയും അതേപോലെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ വിഷ്ണു പിറകെ ചെന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണല്ലേ എന്നും പറഞ്ഞങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ ശാലിനി പെട്ടെന്ന് അങ്ങ് കുതറി മാറുന്നുണ്ട്. അന്നേരം എന്താന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല ഒന്നുമില്ല എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു അങ്ങ് ആകെ ഒരു വെപ്രാളത്ത് നിൽക്കുകയാണ്. അന്നേരം എന്ത് വേണം എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അതെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും ശാലിനി അങ്ങ് മാറുകയാണ്. അന്നേരം എന്താ പ്രശ്നം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതെ ഞാനൊരു വ്രതത്തിലാണ് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വ്രതമോ, എന്തിന് വ്രതം എന്നിങ്ങനെ വിഷ്ണുവിന് അങ്ങ് ടെൻഷനാവുകയാണ്. അന്നേരം അത് മോളുടെ ജാതകദോഷം മാറാനായിട്ട് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അത് എത്ര സമയമുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നാളെ ഉച്ചപൂജ കഴിയുന്നത് വരെ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ അല്ലേ, അപ്പോൾ പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ വീണ്ടും ശാലിനിയെ തൊടാനായിട്ട് വരുന്നുണ്ട്. അതായത് തുടരുത് എന്നിങ്ങനെ ശാലിനി പറയുകയാണെന്ന്. ഞാൻ തൊടാൻ വന്നതല്ല, ഒരു തഥാസ്തു തരാനാണ് വന്നത്, തഥാസ്തു എന്നിങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആകെ ഒരു ദേഷ്യം, ഒരു പിണക്ക ഭാവത്തിലുള്ള ദേഷ്യത്തോടു കൂടി വിഷ്ണു ഇങ്ങ് മാറുകയാണ്. തുടർന്ന് ദൂരെ ചെന്നിട്ടും ശാലിനിയെ നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് സ്നേഹത്തോടു കൂടി വിഷ്ണുവിനെ നോക്കുകയാണ്. ഇനി കള്ളം പറഞ്ഞതാണോ എന്ന് അറിയില്ല. അന്നേരം വിഷ്ണു വീണ്ടും പറയുന്നുണ്ട്, വല്ല കരടിയോ മറ്റോ വരുമ്പോഴും ഇങ്ങനെ തന്നെ നിന്നേക്കണം കേട്ടോ, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു, ഞാൻ എന്തിനാ വന്നത് എന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ ചൊറിഞ്ഞ് അവിടെയുള്ള ഇലയൊക്കെ നുള്ളി എറിഞ്ഞ് വിഷ്ണു അങ്ങ് പിണങ്ങി പോവുകയാണ്. തുടർന്ന് വിഷ്ണു അർജുനെ തിരക്കി വരുമ്പോൾ റൂമങ്ങ് പുറത്തുനിന്ന് അടച്ചേക്കുന്നുണ്ട്. വാതിൽ അടച്ചേക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പോകുന്നുണ്ട്. അതേസമയം അകത്ത് അർജുനെ അങ്ങ് പ്രീതിയെ കെട്ടിപ്പിടിച്ച് ബെഡിലിരിക്കുകയാണ്. കുഞ്ഞടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അന്നേരം പ്രീതിയുടെ തലയിലൊക്കെ തലോടിക്കൊണ്ട് അർജുൻ പറയുന്നുണ്ട്, നല്ല പറ്റിയ കാലാവസ്ഥ, ഒരു ഹണിമൂൺ ട്രിപ്പിന് പറ്റിയ സമയമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രീതിയുടെ നെറ്റിയിലേക്ക് ഒരു മുത്തം കൊടുക്കാനായിട്ട് വരുമ്പോഴേക്കും കുഞ്ഞ് ഉണരുകയാണ്. അന്നേരം അർജുൻ അങ്ങ് ആകെ നിരാശനാവുകയാണ്. തുടർന്ന് മോൾ ഉണർന്നോ എന്നും പറഞ്ഞ് പ്രീതി കുഞ്ഞിനെ എടുക്കുമ്പോൾ പ്രീതിന്ന് അർജുൻ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. അന്നേരം മോൾ ഉണർന്നില്ല അർജുനേട്ടാ, ഞാൻ കുഞ്ഞിനെ ഉറക്കട്ടെ, അർജുനേട്ടൻ വെളിയിലോട്ട് പുറത്തേക്ക് ഇരിക്കുകയെന്ന് പറയുമ്പോൾ ആകെ നിരാശനായിട്ട് അർജുനും അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് പുറത്തേക്ക് വരുന്ന അർജുൻ പെണ്ണല്ല ഉണർന്നത്, കുഞ്ഞാണ് ഉണർന്നത് എന്നും പറഞ്ഞ് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മുറമുറത്തുകൊണ്ട് നടക്കുന്ന വിഷ്ണുവിനെ കാണുകയാണ്. ആഹാ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ വേണ്ടായിരുന്നു എന്നും പറഞ്ഞ് എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്ന രോഹിത്തിനെയും കാണുകയാണ്. നേരം അർജുനാകെ സന്തോഷമാകുന്നുണ്ട്. ആഹാ എന്തായാലും സന്തോഷമായി എന്നും പറഞ്ഞ് രണ്ടുപേരെയും മാറി മാറി നോക്കിയങ്ങ് അർജുൻ നിൽക്കുകയാണ്. തുടർന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന രോഹിത് സുസ്മിതയെ കല്യാണം കഴിച്ചതും പിന്നീട് വരാൻ നേരം അമ്മ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. സുസ്മിതയുടെ ജീവിതം നശിച്ചത് കൊണ്ട് നമ്മുടെ അച്ഛൻ്റെ ജീവിതം തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ഓർത്ത ശേഷം പത്മാവതി അമ്മയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് ഞങ്ങളിവിടെ എത്തി, അന്നേരം യാത്രയൊക്കെ സുഖമായിട്ട് ചോദിക്കുമ്പോൾ അത് അന്നേരം ആദ്യം പറയാനായിട്ട് വരുന്നെങ്കിലും ഇല്ല അമ്മേ എല്ലാം ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം പത്മാവതി അമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം മോൻ്റെ മനസ്സിലുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് അനുനയത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടായാൽ മോൻ കടുംപിടുത്തം ഒന്നും നടത്തണ്ട, എന്തായാലും മോൻ താലി കെട്ടിയ പെണ്ണല്ലേ, ജീവിതമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നും എന്തെങ്കിലും ഉണ്ടായാലല്ലേ അമ്മയെന്നൊക്കെ തിരിച്ച് രോഹിത് ചോദിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും, മോൻ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറയും. തുടർന്ന് പിറ്റേന്ന് എപ്പോൾ തിരിക്കും, യാത്ര തിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശരിയമ്മയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടിയെന്നും പറഞ്ഞ് പത്മാവതി പറയുകയാണ്, നമ്മുടെ മാവിൽ മാമ്പഴം വീണ് തുടങ്ങി, നാളെ മോൻ
എത്തുമ്പോഴേക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെക്കുകയാണ്. അന്നേരം അമ്മ ഇപ്പോഴേ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ, അത് പറഞ്ഞാൽ നാളെ അമ്പലത്തിൽ നിന്നും പോകാതെ ഇപ്പോഴേ ഞാൻ വണ്ടി എടുത്തങ്ങ് വരും എന്ന് രോഹിത് പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ട, ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അമ്മയും മാമ്പഴ പുളിശ്ശേരിയും എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അന്നേരം എന്തോ ഒരു സങ്കടം രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശരി അമ്മയെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ രോഹിത് പറയുകയാണ്. അന്നേരം അത് എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി അമ്മയെന്നും പറഞ്ഞ് രോഹിത് അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ പത്മാവതി അമ്മ പിന്നെയും എന്തോ പറയാൻ വരുന്നുണ്ട്, ആ മോനെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് ഫോൺ കട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഫോൺ വെച്ച് നോക്കിയിട്ട് പത്മാവതി അമ്മ പറയുന്നുണ്ട്, എന്തോ പറയാൻ വന്നല്ലോ, ഇനി ഞാനാണോ മറന്നത് അവനാണോ മറന്നത് എന്ന് പറഞ്ഞ് പത്മാവതി അമ്മ ഓർത്തിരിക്കുകയാണ്. ഇനി രോഹിത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായോ. അങ്ങനെ എന്തോ ഒരു സങ്കടകരമായ ഒരു ഫീലിംഗ് ആണ് അമ്മയും മോനും തമ്മിലുള്ള സംസാരത്തിൽ കാണിക്കുന്നത്. തുടർന്ന് രോഹിത് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ എതിരെ സുസ്മിത വരികയാണ്. അന്നേരം ആദ്യം സുസ്മിതയെ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ ആ വെപ്രാളം കാണിച്ച ആ ഒരു രംഗം മനസ്സിലോർക്കുന്ന രോഹിത് സുസ്മിതയെ മൈൻഡ് ചെയ്യാതങ്ങ് നടക്കാൻ പോവുകയാണ്. അന്നേരം സുസ്മിത പിടിച്ചു നിർത്തുകയാണ് രോഹിത്തിനെ. രോഹിത് നേരത്തെ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് വിട് സുസ്മിതയെ, അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ ചെയ്തു പറഞ്ഞു, ഇനി എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സുസ്മിത അങ്ങ് ഒരു മയത്തിൽ സംസാരിക്കുകയാണ്. ഇനി എന്തോ പ്ലാൻ മുൻകൂട്ടി കണ്ട് ഇനി അടുത്ത് കൂടുന്നതായിരിക്കാം. അങ്ങനെ സുസ്മിത പറയുകയാണ്, രോഹിത്തിന് ഇപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കാനായിട്ട് മോഹമുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് അങ്ങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്നൊരു കുമ്പസാരം തന്നെയാണ് സുസ്മിത അവിടെ നടത്തുന്നത്. എന്നെ രോഹിത് കല്യാണം കഴിച്ചെങ്കിലും എന്നെ ഒരു നോട്ടം കൊണ്ടുപോലും രോഹിത്, ഒരാണിൻ്റെ നോട്ടം കൊണ്ടുപോലും എന്നെ നോക്കിയിട്ടില്ല, എൻ്റെ ഒരു വിരൽത്തുമ്പിൽ പോലും രോഹിത് തൊട്ടിട്ടില്ല. ഞാൻ എന്തുമാത്രം ഉപദ്രവങ്ങളാണ് രോഹിത്തിന് ചെയ്തത്, രോഹിത്തിൻ്റെ അച്ഛൻ മരിച്ചു, അതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോഴേക്കും അമ്മ വിഷ്ണുവേട്ടനുമായിട്ടുള്ള വിവാഹം ആലോചിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങ് സുസ്മിത പറയുമ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ മുകളിൽ നിന്ന് വിഷ്ണു അർജുനും കേൾക്കുകയാണ്. തുടർന്ന് പ്രീതിയെയും ശാലിനിയും ഒക്കെ വിളിക്കുകയാണ്. ദേ കണ്ടോ അവർ തങ്ങളിലുള്ള പ്രശ്നം സോൾവ് ആയി എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് അവർ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത പറയുകയാണ്, രോഹിത് ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാൻ തന്നെയാണ്. രോഹിത് ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പെണ്ണിനെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? പിന്നെ കല്യാണം കഴിച്ചാലും എന്തുമാത്രം രീതിയിൽ രോഹിത്തിന് എന്നെ പീഡിപ്പിക്കാമായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന ശേഷവും ഒക്കെ. പക്ഷേ എന്നെ ഇതുവരെ അങ്ങനെ ഒരു പെരുമാറ്റം പോലും രോഹിത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യ രാത്രിയിൽ വന്നപ്പോൾ ഞാൻ സ്വയം പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞപ്പോഴും അതും രോഹിത് അംഗീകരിച്ച് തന്നു. അപ്പം ഞാൻ പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ മുമ്പിൽ സുസ്മിത അങ്ങ് കൈകൂപ്പി നിൽക്കുകയാണ്. അന്നേരം അതൊക്കെ കാണുമ്പോൾ വിഷ്ണുവിനും ശാലിനിക്കും പ്രീതിക്കും അർജുനും ഒക്കെ ഇങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈവയ്ക്കുകയാണ്. അവരൊക്കെ സന്തോഷിക്കുകയാണ് സുസ്മിതയുടെ ഈ പ്രവൃത്തിയിൽ. അന്നേരവും അന്തം വിട്ട് തന്നെ രോഹിത് നിൽക്കുകയാണ്. തുടർന്ന് മാപ്പൊക്കെ പറഞ്ഞ ശേഷം സുസ്മിത അങ്ങ് തിരിഞ്ഞങ്ങ് നടക്കുകയാണ്. രോഹിത് പക്ഷേ വടി പോലെ അതേപോലെ നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും തിരിഞ്ഞു നിൽക്കുന്ന സുസ്മിത റൂമിലേക്ക് വരില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരവും രോഹിത് നോക്കുമ്പോൾ വിഷ്ണുവിനും അർജുനും ഒക്കെ അങ്ങ് നാണം വരികയാണ്. വിഷ്ണു അയ്യേ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സുസ്മിത വീണ്ടും പറയുന്നുണ്ട്, പിന്നിലൂടെ വന്ന് എന്നെ പേടിപ്പിക്കാതിരുന്നാൽ മതി, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു നാണത്തോടു കൂടി സുസ്മിത അങ്ങ് പോവുകയാണ്. പക്ഷേ തിരിഞ്ഞ് മുന്നോട്ട് നടക്കുന്ന സുസ്മിതയുടെ ഭാഗം അങ്ങ് ദേഷ്യവും ഒരു പ്രതികാര ഭാവവും അങ്ങ് ആവുകയാണ്. അതേസമയം വിഷ്ണു മുകളിൽ നിന്ന് ഇങ്ങനെ രോഹിത്തിനെ കൈകാട്ടി വിളിക്കുകയാണ്. അതേ ഞങ്ങളിവിടെ ഉണ്ട്, അതിലേ കയറി വാന്ന് പറയുമ്പോൾ ദാ വരുന്നു എന്നും പറഞ്ഞ് രോഹിത് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കേട്ടു അല്ലേ എന്നും പറഞ്ഞ് രോഹിത് ചെല്ലുകയാണ്. അന്നേരം അതെ കേട്ടു എന്നും പറഞ്ഞ് അർജുനും വിഷ്ണു ഇങ്ങനെ തലയാട്ടുകയാണ്. രോഹിത്തിൻ്റെ തോളിലൊക്കെ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് ശാലിനി പറയുകയാണ്, പഞ്ചകൈലാസ ക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് എന്തായാലും ഫലമുണ്ടായി, സുസ്മിതയുടെ മനസ്സ് പോലും മാറിയില്ലേന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ്. അന്നേരം രോഹിത് അങ്ങ് നാണിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പ്രത്യേക കാലാവസ്ഥ, തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, ഉണരുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രീതി നോക്കുകയാണ്. അന്നേരം പ്രീതി നാണിച്ചങ്ങ് തല ഉനിക്കുമ്പോൾ ശാലിനിക്കത് മനസ്സിലാകുന്നില്ല. ഉണരുന്ന കാര്യമോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാനത് അനുഭവിച്ചറിഞ്ഞതാണെന്ന്. തുടർന്ന് എന്തായാലും സുസ്മിത വിളിച്ചതല്ലേ, ചെല്ല് ഇനി വൈകിപ്പിക്കണ്ടെന്നും പറഞ്ഞ് രോഹിത്തിനെ വിഷ്ണു അർജുനും കൂടി പറഞ്ഞു വിടുകയാണ്. തുടർന്ന്
പോട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് രോഹിത് അങ്ങ് സ്പീഡിന് നടന്നു പോകുമ്പോൾ എന്താ സ്പീഡ് എന്നൊക്കെ വിഷ്ണു പറഞ്ഞ് അങ്ങ് കളിയാക്കുകയാണ്. തുടർന്ന് അർജുൻ പ്രീതിയോട് ചോദിക്കുകയാണ്, പ്രീതി കുഞ്ഞുറങ്ങിയായിരുന്നോ എന്ന്. അന്നേരം ആ ഉറങ്ങിയെന്നിങ്ങനെ പ്രീതി പെട്ടെന്ന് പറയുമ്പോൾ എങ്കിൽ വാന്നും പറഞ്ഞ് അർജുൻ പ്രീതി വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ശാലിനി ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. തുടർന്ന് അന്നേരമാണ് അർജുൻ പെട്ടെന്ന് അവരൊക്കെ നിൽക്കുന്നത് ഓർക്കുന്നത്. എന്നിട്ട് അല്ല, കുഞ്ഞ് ഉണർന്നോന്ന് നോക്കാം, നമുക്ക് പോയി നോക്കാം വാന്നും പറഞ്ഞ് പ്രീതിയെ വിളിച്ചുകൊണ്ട് അർജുൻ പോവുകയാണ്. അന്നേരം വിഷ്ണുവിനെ അങ്ങ് നാണം വരികയാണ്. വിഷ്ണു പറയുകയാണ്, കുഞ്ഞിനെ അധികം കരയിപ്പിക്കാതെ ഉണർത്താതെ നോക്കണം കേട്ടോ, ചെല്ല് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവരെ അങ്ങ് കളിയാക്കുകയാണ്. തുടർന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, അല്ല വിഷ്ണു ഏട്ടാ, ഞാൻ ഈ വ്രതത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം തീരുമാനം മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് വിഷ്ണുവിന് അങ്ങ് സന്തോഷമാണ്. വിഷ്ണു പറയണം, അത് തന്നെ, അങ്ങനെ അപ്പം വ്രതം മുറിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യുമെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് മാറിയിട്ട്, അല്ല, വ്രതം പിടിച്ചത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഫലം സിദ്ധിച്ചത് കൊണ്ട് വീട്ടിൽ ചെന്നിട്ടും വ്രതം തുടങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം വീണ്ടും മാറുകയാണ്. ഒരു 41 ദിവസമെങ്കിലും വ്രതം പിടിക്കാമെന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആകെ കലിപ്പിലാണ്. വിഷ്ണു പറയുകയാണ്, 40 ദിവസമൊന്നും വേണ്ട, 1 കൊല്ലം പിടിച്ചോ, അതാണ് നല്ലതെന്ന് പറഞ്ഞ് വിഷ്ണു തിരിച്ച് കളിയാക്കുകയാണ്. അതും നല്ലതാണ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, വീണ്ടും ഒരു തഥാസ്തു ഞാൻ പറയാൻ വന്നതാണ്, പോയി വ്രതിച്ചോളൂ എന്ന് പറഞ്ഞ് ശാലിനിയെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ഈ വ്രതം കണ്ടുപിടിച്ചവനെ ആരായാലും അവനെ കൊല്ലണം എന്നൊക്കെ അങ്ങ് വിഷ്ണു മുറുമുറുത്ത് നിൽക്കുകയാണ്. പക്ഷേ ശാലിനി അങ്ങ് ചിരിച്ചാണ് അങ്ങ് റൂമിലേക്ക് പോകുന്നത്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട്, ഇവിടെ വന്നിട്ടും ഈ കാടും ചെടികളും കാണാനാണല്ലോ എൻ്റെ യോഗം, എന്നിട്ട് താഴേക്ക് നോക്കിയിട്ട് പറയുകയാണ്, താഴെ കൊക്കെ ആയിപ്പോയി, ഇല്ലെങ്കിൽ എടുത്ത് ചാടാമായിരുന്നു എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും അവിടെ അങ്ങ് പല്ലൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ രോഹിത്തിൻ്റെ മുഖം ഒരു ഗൗരവഭാവം തന്നെയാണ്. അന്നേരം എന്താ മുഖത്തൊരു ഗൗരവം, ഈ മുറിയും ഞാനും ഒക്കെ രോഹിത്തിൻ്റെതല്ലേ, പിന്നെ എന്ത് വേണം എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. തുടർന്ന് രോഹിത്തിനോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുകയാണ്, സുസ്മിത എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ലേ, മനസ്സിൻ്റെ ഒരു കോണിൽ ഇപ്പോഴും നിന്നോടുള്ള സ്നേഹമുണ്ടോ എന്ന്, 1000 തവണ ഞാനത് എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു വിഷാദഭാവമാവുകയാണ് രോഹിത്. തുടർന്ന് രോഹിത് അങ്ങ് മുറിയിൽ നിന്നും അങ്ങ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഒരു മലനിരകളുടെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം പിറകെ സുസ്മിതയും പോവുകയാണ്. തുടർന്ന് രോഹിത് അങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോൾ, രോഹിത് എന്നോടൊന്നും പറയാനില്ലേ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അന്നും ഇന്നും എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എന്നും എനിക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ പിന്നീട് അതൊരു പ്രതികാരമായി മാറി, പക്ഷെ വീണ്ടും നിന്നെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ മനസ്സങ്ങ് കൈവിട്ടു പോയി. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്, പക കൊണ്ട് മാത്രമല്ല, ഒരു സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന പോലും തരാതെ നിന്നെക്കൊണ്ട് ഞാൻ വീട്ടുജോലി എല്ലാം ചെയ്യിപ്പിച്ചു, വെള്ളം വരെ ചോദിപ്പിച്ചു എന്നും പറഞ്ഞ് അങ്ങ് രോഹിത് അങ്ങ് പശ്ചാത്തപിച്ച് നിൽക്കുകയാണ്. പക്ഷേ കൂടെ സുസ്മിതയുടെ മുഖഭാവം അങ്ങ് മാറുകയും രോഹിത് നോക്കുമ്പോൾ ചിരി വരുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകിപ്പോയി രോഹിത് എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കൈ പിടിക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഇനി അങ്ങനെ ഒരു കണക്കെടുപ്പൊന്നും വേണ്ട, ചെയ്ത കുറ്റങ്ങളൊക്കെ എണ്ണി വച്ചാൽ എൻ്റെ തട്ടായിരിക്കും താഴ്ന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ മുറിഞ്ഞുപോയ പ്രണയം, ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ട് മുറിഞ്ഞുപോയ പ്രണയം വീണ്ടും തുടങ്ങി നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്ന് ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ സുസ്മിതയെ ഇങ്ങനെ സ്നേഹത്തോടെ രോഹിത് വിളിക്കുകയാണ്. തുടർന്ന് രോഹിത്തിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് സുസ്മിത വീഴുകയാണ്. എന്നിട്ട് രോഹിത്തിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ അന്നേരം രോഹിത്തിനങ്ങ് സന്തോഷമാണെങ്കിലും സുസ്മിതയുടെ മുഖം അങ്ങ് ദേഷ്യവും ഒരു പ്രതികാര ഭാവമാവുകയാണ്. അതിനുശേഷം അങ്ങ് കുറച്ച് സമയത്തിന് ശേഷം മാറിയിട്ട് സുസ്മിത പറയുന്നുണ്ട്, തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചെറിയൊരു കോൾഡ് പോലെ, പനിയുടെ ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ രോഹിത് പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ട, എന്തിനാ എല്ലാവരുടെയും മൂഡ് കളയുന്നത്, അതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ ട്രിപ്പ് വന്നത്, പിന്നെ കുഞ്ഞിൻ്റെ ദോഷം പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ആവശ്യവും, അതിനിടയിൽ മറ്റൊന്നും വേണ്ട എന്നിങ്ങനെ അങ്ങ് സുസ്മിത പറയുകയാണ്. എന്നിട്ട് രോഹിത്തിന് വിഷമമായോ, ഒരുപാട് ആഗ്രഹിച്ച് വന്നിട്ട് പനി പകരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സുസ്മിത പറയുകയാണ്. തുടർന്ന് എനിക്ക് അല്പം റെസ്റ്റ് എടുക്കണം, ഞാൻ പോയി കിടന്നോട്ടെ, ടാബ്ലറ്റ് കഴിച്ച് കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശരിയെന്ന് രോഹിത് പറയുമ്പോൾ സുസ്മിത അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. അന്നേരം മനഃപൂർവ്വം രോഹിത്തിനെ അവിടെ സുസ്മിത ഒഴിവാക്കുകയാണ്. തുടർന്ന് രാത്രി എല്ലാവരും പുറത്ത് ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരിക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും കൂടി ഒരു കസേരയിൽ, ഇപ്പുറത്ത് വേറൊരു 2 ചെയറിലായിട്ട് സുസ്മിതയും രോഹിത്തും, ഇപ്പുറത്ത് പ്രീതിയും അർജുനുമൊക്കെ.
തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ ഗിത്താറൊക്കെ ഉണ്ട്. അന്നേരം അതെല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷവും നമ്മൾ കുറേ 100 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നമ്മളിങ്ങനെ പഞ്ചകൈലാസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് വലുതായിട്ട് പ്രസംഗിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് സുസ്മിതയും രോഹിത്തും ഒന്നിച്ചത്. അപ്പോൾ ഇന്ന് ഈ രാത്രി ഇവർക്കായി സമർപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ അർജുനും പ്രീതിയും എല്ലാവരും ചേർന്ന് കൈയടിക്കുകയാണ്. തുടർന്ന് ഇന്നത്തെ രാത്രി വീണ്ടും ഒന്നിച്ച ഇവർക്ക് വേണ്ടി മാത്രമാണ്, ടേക്ക് എ ബിഗ് ക്ലാപ്സ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനത് മനസ്സിലാകുന്നില്ല. അന്നേരം എന്ത് തേങ്ങയായി പറയുന്നത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം കൈയടിക്കാനാണ് പറഞ്ഞത് എന്ന് ശാലിനി പറയുമ്പോൾ അതങ്ങ് മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, ഞാൻ മലയാളത്തിൽ കൈയടിക്കാമെന്നും പറഞ്ഞ് താളത്തിലൊക്കെ വിഷ്ണു അങ്ങനെ കൈയടിക്കുകയാണ്. അന്നേരം നശിപ്പിച്ചെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ രാത്രി മനോഹരമാക്കാനായിട്ട് പ്രണയാതുരമായ ശബ്ദശകലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെ പറയുമ്പോൾ അതെന്താ മനസ്സിലായില്ല എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. അന്നേരം നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്ക് എന്ന മോഹൻലാലിൻ്റെ സിനിമയിലെ ഡയലോഗൊക്കെ വിഷ്ണു പറയുകയാണ്. നമുക്ക് മുന്തിരിവള്ളികൾ അങ്ങനെ ആ ഡയലോഗൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ വായം തുറന്നിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഇവിടെ അതിനെ ഓറഞ്ച് വള്ളിയും മാതളനാരവും മുന്തിരിവള്ളിയും ഒന്നുമില്ല, ദേ കുറച്ച് തേയിലച്ചെടി മാത്രമുണ്ട്, അത് വെച്ച് എന്ത് ചെയ്യാനാണ്, പ്രണയമൊന്നും കൊടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ കുറച്ച് ചായ ഉണ്ടാക്കാം, ഈ അളിയൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കളിയാക്കുകയാണ്. അന്നേരം നശിപ്പിച്ച് എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്ത് അർജുൻ ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നമുക്ക് പ്രണയത്തിനായിട്ട് ഏറ്റവും വലിയ സംഭവം സംഗീതം തന്നെയാണ്, ഒരു പാട്ടാവാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആര് പാടും, ശാലിനി പാട് എന്നിങ്ങനെ അർജുൻ പറയുകയാണ്. അത് വിഷ്ണു എല്ലാവരും ചേർന്ന് ഇങ്ങനെ കൈയടിച്ച് പാസ്സാക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ എല്ലാ ലവ് സോങ് പാടുന്നത് പെണ്ണുങ്ങളല്ലേ, ഇനി നമ്മൾ പെണ്ണുങ്ങൾ ആരും ഒന്നും ശബ്ദിക്കുന്നില്ല, ആണുങ്ങൾ പാടിയാട്ടെ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന ഒരു വേർതിരിവും ഇല്ല, ആർക്കും പാടാമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാവും, രാവിലെ അങ്ങനെ അല്ലായിരുന്നല്ലോ, ആണുങ്ങൾ മാത്രമായിട്ടൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നല്ലോ, എന്താ അതെന്ന് ചോദിക്കുമ്പോൾ പ്രീതിയും പറയുകയാണ്, അതെ അത് ശരിയാ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അത് പോടി എവിടെ നിന്ന്, അതൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതിന് ചുമ്മാതിരിക്കുമെന്ന് അർജുനും പ്രീതിയോട് പറയുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അത് വേറൊരു സംഭവമായിരുന്നു, അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല, മായ്ച്ചുകള എന്ന് പറഞ്ഞ് ആ സംസാരം വിഷ്ണു അവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, നമ്മൾ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ ഒരു കടുംപിടുത്തം വേണ്ട ശാലിനി, പാടാൻ ഇഷ്ടമുള്ളവർ പാടിക്കോട്ടെ, എന്താ അങ്ങനെ പോരെയും ചോദിക്കുമ്പോൾ സുസ്മിത പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചു എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം അത് മതി അന്നേരം പാടിക്കോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അർജുനേട്ടൻ തന്നെ പാടിക്കോ എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ആളിയ തകർത്തോ എന്നിങ്ങനെ വിഷ്ണു കൈയൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് പാടാം എന്ന് പറഞ്ഞിട്ട് ആദ്യ സ്റ്റെപ്പ്, ആദ്യം 2-3 ലൈൻ അർജുൻ പാടുകയാണ്. അതെല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. തുടർന്ന് അർജുൻ പാടുന്നതിൻ്റെ ബാക്കി അങ്ങ് പ്രീതി പാടുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ലൈൻ പാടി വീണ്ടും അർജുൻ പാടുമ്പോഴേക്കും പ്രീതി അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം എന്താ പ്രീതി, എന്താ മോളെ എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇനി ഇങ്ങനെ ഒരു അസുലഭ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു തോന്നൽ എന്നിങ്ങനെ പറഞ്ഞ് പ്രീതി കരയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അർജുൻ പ്രീതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, ദേ ഇന്നത്തോടുകൂടി എല്ലാ ദോഷങ്ങളും പ്രീതിയുടെയും കുഞ്ഞിൻ്റെയും എല്ലാ ദോഷങ്ങളും മാറുകയാണ്. അർജുനേട്ടനും പ്രീതിയും ഇനിയും ഒരുപാട് സംവത്സരങ്ങൾ ഇതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കും. ഇതിൻ്റെയൊക്കെ ഓർമ്മ പുതുക്കാനായിട്ട് വർഷത്തിലൊരു തവണ നമ്മളിങ്ങനെ പഞ്ചകൈലാസത്തിൽ വരികയും ചെയ്യും അല്ലേ വിഷ്ണുവേട്ടാന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയെന്നും പറഞ്ഞ് വിഷ്ണുവും അത് ശരിയിക്കുകയാണ്. തുടർന്ന് പ്രീതിയും അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഇനി അടുത്ത ഊഴം രോഹിത്തിൻ്റെയാണ്, രോഹിത്തെ പാടാൻ റെഡി ആയിക്കോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് രോഹിത് പാടുന്നത് മരണത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. ശോകവും വിരഹവും ഒക്കെ ചേർന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരാകുകയാണ്. അവസാനം ആ പാട്ട് പാടി മുഴിപ്പിക്കുമ്പോൾ രോഹിത്തിൻ്റെ വാവ് ഒത്തുകയാണ് പെട്ടെന്ന് സുസ്മിത. എന്നിട്ട് പറയുന്നുണ്ട്, തമാശയ്ക്കാണെങ്കിൽ പോലും രോഹിത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ, എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് കരഞ്ഞങ്ങ് അഭിനയിക്കുകയാണ്. അന്നേരം ഇല്ല അത് പോട്ടടോ സാരമില്ല എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അല്ല ഇതൊരു മരണത്തെ കുറിച്ചുള്ള പാട്ട്, ശോകവും വിരഹവും അടുത്ത ജന്മത്തിലെ കാര്യവും ഒക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്, നമ്മൾ സന്തോഷിക്കാനല്ലേ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മല്, ഡാഡി മമ്മി വീട്ടിലില്ല, ഇതൊക്കെയല്ലേ നല്ല സന്തോഷമുള്ള പാട്ടുകൾ, നമുക്ക് അതൊക്കെ മതി എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ്, എങ്കിൽ വിഷ്ണു ആളെയും തകർത്തോളൂ എന്ന് പറയുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഇപ്പോൾ ഒരു ശോക അന്തരീക്ഷമാണ്, ഒരു കുളിർമയൊക്കെ ആകാം, പാടാൻ പറ്റുന്നവരൊക്കെ എൻ്റെ കൂടെ പാടിക്കോളൂ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് പാടുകയാണ്. അന്നേരം ക്ലാസ്മേറ്റ്സിലെ കാറ്റാടിത്തണലും പാടുമ്പോൾ എല്ലാവരും ചേർന്ന് അത് ഏറ്റുപാടി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ആകെ ഒരു സന്തോഷമായ മുഹൂർത്തം തന്നെയാണ് അവിടെ. അങ്ങനെ അവർ പാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രീതിയുടെ കുഞ്ഞ് ഉണർന്ന് കരയുന്നത്. അന്നേരം അർജുനേട്ട കുഞ്ഞ് ഉണർന്നെന്ന് തോന്നുന്നു, വാ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അർജുനെയും വിളിച്ചുകൊണ്ട് പ്രീതി റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് അധിക സമയം മഞ്ഞടിച്ചിരിക്കേണ്ട രോഹിത്, വാ നമുക്ക് റൂമിലേക്ക് പോകാമെന്നും പറഞ്ഞ് സുസ്മിത രോഹിതിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം നിങ്ങൾ വരുന്നില്ലേ എന്ന് രോഹിത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ വന്നോളാം, നിങ്ങൾ വിട്ടോ എന്നും പറഞ്ഞ് വിഷ്ണു അവർ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് വീണ്ടും ശാലിനിയും കൊണ്ട് വിഷ്ണു അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വിഷ്ണു. അങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ഇങ്ങനെ തല വെച്ച് ശാലിനി ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ നെറ്റിയിലേക്ക് വിഷ്ണു ഒരു മുത്തം കൊടുക്കുകയാണ്. അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.